അതാണ് ഞാൻ പറഞ്ഞത്, എവിടെയോ കിടക്കുകയായിരുന്നു, പുറലോകം കാണാതെ കുറച്ച് ആളുകൊണ്ട് കിടക്കുകയായിരുന്നു പബ്ലിക്. എടി പുണ്ടച്ചി, നീ ഇന്നലെ പൊട്ടി മുളച്ച വെറും അട്ടയാണ് നീ, മനസ്സിലായോ? കുണയ്ക്കുമ്പോ കുറച്ച് നോക്കിയും കണ്ടും കുണയ്ക്ക. പിന്നെ എടാ ജാസ്തി കൊണ്ടാ, നിന്നോട് ഞാനൊരു കാര്യം പറയാം. നിന്റെ ഭാര്യ നിനക്കെതിരെ ഒരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഡിവോഴ്സിന് മുമ്പുള്ള ഒരു പെറ്റീഷൻ. ആ ഡോക്യുമെന്റ്സ് അവിടെ കൊണ്ടുവരട്ടെ. അതിൽ ക്ലിയർ ആയിട്ടുണ്ട് നീ ബയോസെക്സ് തന്നെയാണ്, നിന്നെക്കൊണ്ട് എല്ലാം മയിലും പറ്റും, മനസ്സിലായോ? നീ പിന്നെ നിന്റെ അണ്ടി നീ ചാത്താലും നിന്റെ അണ്ടി പറ്റൂല, അത് ഉറപ്പ് തന്നെയാണ്, മനസ്സിലായോ? ഈ സിലിക്കോൺ കുത്തി നിറച്ച് വെച്ചിട്ട് നീ ഒരിക്കലും ഒരു പെണ്ണാവുന്ന നീ പോകുന്നില്ല, മനസ്സിലായോ? പുതിയ വർഷമായിട്ട് ഞാൻ ചെറിയൊന്നും വിളിക്കില്ലെന്ന് ഞാൻ മനസ്സുകൊണ്ട് ഇങ്ങനെ വിചാരിച്ചാണ് ഗൈസ്. ഈ കുണ്ടം കാരണം എനിക്ക് പറ്റുന്നില്ല, എനിക്ക് നന്നാവാൻ പറ്റുന്നില്ല ഗൈസ്. സത്യത്തിൽ അവർക്ക് ദേഷ്യം വന്നിട്ടാണ് അവരത് പറയുന്നതെങ്കിലും അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം ബയോസെക്ഷലാണ്. ഈവൻ ആദ്യം വിവാഹം കഴിച്ച പെൺകുട്ടിയെയും ഇവൻ സെക്ഷൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവൻ രണ്ടും പോകുമെന്ന് ഇവൻ പറയുന്നത് ഹെയ്ദി സാദിയുടെ ഒരു വീഡിയോയ്ക്കകത്ത് ആരോ ഒന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏകദേശം ഇവൻ സൊസൈറ്റിയെ പറ്റിക്കുകയാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഞാൻ ഇന്നലെയും ഞാൻ നോക്ക് നമ്മുടെ മാലിക മാഡത്തുമായിട്ട് ചെയ്ത വീഡിയോസിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിക്കുന്നുണ്ട് മാലിക മാഡത്തിന്റെ അടുത്ത്, അതെന്താ അവരെ എന്താ വിളിക്കേണ്ടതെന്ന്. അപ്പൊ ആണെന്ന് തന്നെ വിളിച്ചോളൂ, അതിനകത്ത് ഇപ്പൊ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അത് അവർക്ക് മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ ഒരു സജഷൻ വന്നിട്ടുണ്ടാവുക. സത്യത്തിൽ അങ്ങനെയല്ല, ഇവൻ ആണ് തന്നെയാണ്. ഇവനെ ഈ ട്രാൻസുമായിട്ട് യാതൊരു റിലേഷൻഷിപ്പും ഇല്ല. അപ്പൊ നമുക്ക് അത് കാണിക്കാനാണെങ്കിൽ ഒരുപാട് എവിഡൻസ് ഒക്കെ കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റും. വാസ്തവത്തിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇവൻ സത്യത്തിൽ പൊതുസമൂഹത്തെ പറ്റിക്കുന്ന ഒരു വലിയ ചതിയനാണ്, കീചകൻ, അത്രേ ഉള്ളൂ. അത് പറയാൻ ഈ ഏറ്റവും കൂടുതൽ നമ്മൾ കാണേണ്ടത് ഇൻസ്റ്റാഗ്രാമിൽ പോയി നോക്കിയാൽ നന്ദിനി എന്ന് എടുത്തു നോക്കിയാൽ അവരത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാരണം ഇവനിൽ നിന്നുള്ള ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടും ഇതുമൊക്കെ അനുഭവിച്ചൊരു സ്ത്രീ എന്ന നിലയിൽ അവരത് കൃത്യമായിട്ട് വന്ന് പറയുന്നുണ്ട്. നമ്മളിത് എന്തുകൊണ്ടാണ് റിപ്പീറ്റഡ്ലി വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുസമൂഹത്തിന് അവയർനെസ് കൊടുക്കുന്നതിന് ഇവന് ഭയപ്പെടേണ്ട കാര്യമുണ്ടെന്ന് ഇപ്പൊ കൂടെ കൊണ്ടു നടക്കുന്നവളെ പറ്റി ഒരാൾ ചോദിക്കുന്നുണ്ട്. ശ്രീലക്ഷ്മി സപ്പോർട്ട് ചെയ്തുകൊണ്ട് ശ്രീലക്ഷ്മിക്ക് ഒരുപാട് തെറിയൊക്കെ ഉണ്ട്. അത് ഭയങ്കര വിഷമം. കാരണം അവൾക്ക് അറിയാം ഞാൻ സർജറി ചെയ്യാൻ പോണ മുതൽ ഈ നിമിഷം വരെ എൻ്റെ കൂടെ എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ആഷിനെ പോലെ തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികളിൽ ഒരാളാണ് ശ്രീലക്ഷ്മി. അപ്പോൾ അവൾക്ക് അറിയാം ഞാൻ എത്രത്തോളം വേദനയ്ക്കൂടെ അല്ലെങ്കിൽ എത്രത്തോളം പ്രശ്നത്തിലൂടെയാണ് നടന്നു പോയിട്ടുള്ളത്. കാരണം ചില സമയത്തൊക്കെ ഭയങ്കര പെയിനായിട്ട് ഞാൻ പെയിൻ കില്ലറൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾക്ക് അത് അറിയാം, ആ ഫീലിംഗ്. പിന്നെ എനിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് തന്നൊക്കെ അവളാണ്. അപ്പോൾ ആ ഒരു നന്ദി എനിക്ക് ഓഫ്കോഴ്സ് ഉണ്ട്. അവളെ പോലെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേരുണ്ട്. എന്നെ സർജറിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേരുണ്ട്. എൻ്റെ കമ്മിറ്റിയിൽ പാറു പറഞ്ഞൊരു പെൺകുട്ടി, അതുപോലെ ഒരുപാട് പേര്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഇവൻ പറയുന്നത് പോലെ അവളെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നിടത്താണ് ഈ പ്രശ്നം. ഇവരുള്ള ഫിനാൻഷ്യൽ സ്രോതസ് എമർജൻസി ആയിട്ട് അന്വേഷിക്കണം. കാരണം ഇവർ നടത്തുന്ന നല്ല സെക്സ് റാക്കറ്റും അത്യാവശ്യം ഡ്രഗ് ഡീലിംഗും ആണെന്നുള്ള സംശയം ബലപ്പെട്ടിരിക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു